ഉടനിവർത്തി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും കേരളം പ്രിയ കേരളം. വിജയപാതയിൽ മുന്നേറുന്ന നവകേരളത്തിന്റെ വികസന നേട്ടങ്ങളും പുത്തൻ പദ്ധതികളുടെ വിശേഷങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് സംസ്ഥാനത്തിന്റെ വ്യവസായ വികസനത്തിന്റെ നാഴികക്കല്ലായി മാറിക്കഴിഞ്ഞു. അതിൽ വന്ന നിക്ഷേപ പദ്ധതികളുടെ പുരോഗതിയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും വിവരങ്ങൾ അറിയാം ഇന്നാദ്യം പ്രിയ കേരളത്തിൽ. സംരംഭകത്വ സമൂഹമായി കേരളത്തെ മാറ്റാൻ വ്യവസായ നയം നവീകരിച്ച പിണറായി വിജയൻ സർക്കാർ അതിവിപുലമായ കർമ്മ പദ്ധതിയിലൂടെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണ്. സ്വകാര്യ സംരംഭകർക്ക് ആവശ്യമായ പ്രോത്സാഹനവും പിന്തുണയും നൽകിയും അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കിയും മുൻപില്ലാത്ത വിധം ഈ രംഗത്ത് ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. നഷ്ടത്തിലായതും കേന്ദ്രം കൈയൊഴിയാൻ തീരുമാനിച്ചതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തും കേരളം പുതുചരിത്രം സൃഷ്ടിച്ചു. രാജ്യത്തെ ഏറ്റവും വികസിതമായ വ്യവസായങ്ങളുടെ ഹബ്ബായി കേരളം മാറിക്കഴിഞ്ഞു. ആ വിജയഗാഥയ്ക്ക് ഗതിവേഗം നൽകുകയാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ നമ്മുടെ സംസ്ഥാനം യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതികൾ. ഏറ്റവും പ്രധാന പദ്ധതികളൊന്ന് വലിയ വലിപ്പത്തിലല്ല ഇപ്പോൾ തുടങ്ങുന്നെങ്കിൽ പോലും ഭാരത് ബയോടെക് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനിയാണ്. അങ്കമാലി KSIDCയുടെ പാർക്കിൽ ജൂലൈ മാസത്തിൽ അവരുടെ പുതിയ പദ്ധതിക്ക് കല്ലിടും. 600 കോടിയുടെ ലോജിസ്റ്റിക് പാർക്കാണ് അദാനി ഗ്രൂപ്പിൻ്റെ കളമശ്ശേരി വരുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കമ്പനിയാണ് കെയ്ൻസ് ടെക്നോളജി. അവർ ഫ്ലെക്സിബിൾ PCB നിർമ്മിക്കുന്നവരാണ്. പെരുമ്പാവൂർ നേരത്തെ നമ്മൾ റയോൺസിൽ നിന്നെടുത്ത ഭൂമിയിലാണ് അവരുടെ ഈ പദ്ധതി വരുന്നത്. അതുപോലെ തന്നെ കാനിയോ ഹെൽത്ത് ചെറുപ്പുളശ്ശേരി പാലക്കാട് 400 കോടിയുടെ ഒരു ഹെൽത്ത് പദ്ധതി അവിടെയും വരുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് IBM നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ വേഗതയിലാണ് അതിൻ്റെ വളർച്ച. ഇപ്പോൾ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ലുലുവിൻ്റെ 4 ടവറുകൾ അവർ രണ്ട് നില പൂർണ്ണമായിട്ടും IBM എടുത്തു. അപ്പോൾ അതോടുകൂടി IBMൻ്റെ ഇവിടെയുള്ള എംപ്ലോയി സ്ട്രെങ്ത്ത് 5000-ന് മുകളിലേക്കാവും, 5500 വരെ ആകുമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ IBM സോഫ്റ്റ്വെയർ സെൻ്ററുകളിലൊന്നായിട്ട് അത് മാറും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളാണ് വന്നിട്ടുള്ളത്. ഒത്തിരിയേറെ മാറ്റങ്ങൾ ചട്ടങ്ങളിലും നിയമങ്ങളിലും പ്രൊസീജിയറിലെല്ലാം വരുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കേരളം ഒരു നല്ല ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. 2025 ഫെബ്രുവരിയിൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നടന്ന് വെറും 4 മാസം പിന്നിടുമ്പോൾ 31,429.15 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് സംസ്ഥാനത്ത് തുടക്കമായിരിക്കുന്നത്. ആരംഭം കുറിച്ച 86 പദ്ധതികളിൽ നിന്നാണ് ഇത്രയും നിക്ഷേപം യാഥാർത്ഥ്യമാകുന്നത്. ഇവയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 40,439 തൊഴിലവസരങ്ങളാണ് സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുക. വ്യവസായ വകുപ്പിന്റെയും KSIDCയുടെയും നിരന്തര ഇടപെടലും മേൽനോട്ടവുമാണ് ഈ പദ്ധതികളെല്ലാം അതിവേഗം യാഥാർത്ഥ്യമാക്കാൻ നമ്മെ പ്രാപ്തരാക്കിയത്. അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നിച്ച്
വ്യവസായത്തെ സ്വീകരിക്കുവാൻ കേരളത്തിൽ സജ്ജമാക്കി കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ അനുഭവമാണ്. നമ്മളൊരു പ്രശ്നവുമായി KSIDCയോ അല്ലെങ്കിൽ അതിൻ്റെ ഏജൻസിയോ സമീപിച്ചാൽ അത് അവർ ഏറ്റെടുക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കുന്ന കാര്യം അവർ ഏറ്റെടുക്കുകയാണ്. അതിനുള്ള പരിഹാരമാർഗ്ഗങ്ങൾ അവർ നിർദ്ദേശിക്കുകയാണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ പറഞ്ഞു തരികയാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധം പുലർത്തുന്നത് അവരാണ്. പിന്നെ നമ്മൾക്ക് ഏകജാലക വഴി വമ്പിച്ച മുന്നേറ്റം വളരെ എളുപ്പത്തിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ പദ്ധതി തുടങ്ങുവാൻ സമയമുണ്ടായത്, സാഹചര്യമുണ്ടായത്. തമിഴ്നാട്ടിലേക്കും അതുപോലെ കർണാടകത്തിലേക്കും മറ്റ് അയൽ സംസ്ഥാനങ്ങൾക്കും കേരളത്തിൽ നിന്ന് കമ്പി അയക്കുക എന്നുള്ളത് ഒരു 5 വർഷം മുന്നേ എല്ലാം ഒരു സ്വപ്നം മാത്രമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കുവാൻ കേരള ഗവൺമെൻറ് സഹായത്തോടു കൂടി ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് സൗഹൃദാന്തരീക്ഷത്തിലുള്ള വ്യവസായം സൃഷ്ടിക്കുന്നതിൽ ഡിപ്പാർട്ട്മെൻറ്റിനും ഗവൺമെൻറ്റിനും സാധിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ആകെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ പാരിസ്ഥിതിക വിഷയങ്ങളിലേക്ക്, അന്തരീക്ഷ മലിനീകരണത്തിന്, ജലസ്രോതസ്സുകൾക്ക്, ഭൂമിക്ക് കേടുപറ്റാത്ത തരത്തിലുള്ള വ്യവസായങ്ങൾ വരണമെന്നാണ്. അത് ആഗ്രഹിക്കുന്ന, അതിന് കഴിവുള്ള, അത് ചെയ്യാൻ തയ്യാറുള്ള വ്യവസായികളെ ആകർഷിക്കുന്നതിലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഗവൺമെൻറ്റും വ്യവസായ വകുപ്പും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ജനങ്ങളും സഹകരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇൻവെസ്റ്റ് കേരള വേദിയിൽ ഒപ്പിട്ട 1.52 ലക്ഷം കോടി രൂപയുടെ താൽപ്പര്യപത്രങ്ങളും പിന്നാലെ ലഭിച്ച നിക്ഷേപ താൽപ്പര്യപത്രങ്ങളുമടക്കം 1.92 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. ഇവയിൽ നിന്ന് സൂക്ഷ്മ പരിശോധനയിലൂടെ അന്തിമമാക്കിയ 1.77 ലക്ഷം കോടി രൂപയുടെ 424 പദ്ധതികളാണ് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ 3 വൻകിട നിക്ഷേപ പദ്ധതികൾക്ക് ജൂൺ മാസത്തിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു. 880 കോടിയുടെ BPCL പെട്രോളിയം ലോജിസ്റ്റിക്സ് പദ്ധതി പാലക്കാട് കിൻഫ്ര പാർക്കിൽ 70 ഏക്കറിൽ നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ്. 100 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ ബൃഹത് പദ്ധതി. കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ ആരംഭിക്കുന്ന ഗാഷ സ്റ്റീൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ്റഗ്രേറ്റഡ് TMT മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ 510 കോടി രൂപയുടെ നിക്ഷേപമാണ് യാഥാർത്ഥ്യമാകുന്നത്. 200 തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുകയാണ്. 350 കോടി രൂപ നിക്ഷേപത്തോടെ 250 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന എയർപോർട്ട് ഗോൾഫ് വ്യൂ ഹോട്ടൽസിന്റെയും നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. പാലക്കാട് കിൻഫ്ര ലാൻഡിൽ ഞങ്ങൾ ഈ ഓയിൽ ടെർമിനൽ വരുന്നത് താങ്ക്സ് ടു ദി സപ്പോർട്ട് ഫ്രം കേരള ഗവൺമെൻറ് വളരെ ഫാസ്റ്റായിട്ട് ഞങ്ങൾക്ക് ലാൻഡ് അലോട്ടായി. ഈ പ്രൊജക്റ്റിൽ ഞങ്ങൾ നോർത്ത് കേരളയിൽ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ അവൈലബിലിറ്റി ആൻഡ് ഡിമാൻഡ് meet and it will help us a lot. Government has been assisting us in various ways for expanding our network also from our Kochi refinery and our Irumbaram terminal. Like that, Palakkad will add to the infrastructure, industrial infrastructure of Kerala in a big way. We are confident that this project will show the investment environment in Kerala in good light. തൃശൂരിൽ 400 കോടിയുടെ നിക്ഷേപമുള്ള ജോയ് ആലുക്കാസ് റെസിഡൻഷ്യൽ ടവർ, 500 കോടി രൂപ നിക്ഷേപത്തോടെ കല്യാൺ സിൽസ് കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ്, പാലക്കാട് ക്രഷിംഗ് സ്ക്രീനിംഗ് മെഷീനറികൾ നിർമ്മിക്കുന്ന ഹെയിൽസ്റ്റോൺ ഇന്നവേഷൻസിൽ 28 കോടിയുടെ തുടർ നിക്ഷേപം എന്നിവ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ യാഥാർത്ഥ്യമാകുകയാണ്. 9,998 കോടി നിക്ഷേപത്തോടെ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ 4 മൾട്ടിപ്ലക്സും 2 റെസിഡൻഷ്യൽ പ്രോജക്റ്റുമടക്കം 7 പദ്ധതികൾക്കാണ് മെയ് മാസത്തിൽ മാത്രം തുടക്കമായത്. ഏപ്രിലിൽ 1,281.88 കോടി രൂപയുടെ 4 പദ്ധതികൾക്കും മാർച്ചിൽ 17,612.67 കോടി രൂപയുടെ 75 പദ്ധതികൾക്കുമാണ് തുടക്കമായത്. ജൂലൈ മാസത്തിൽ 1,500 കോടി രൂപയുടെ 3 പദ്ധതികളും ഓഗസ്റ്റിൽ 1,437 കോടി രൂപയുടെ 6 പദ്ധതികളും യാഥാർത്ഥ്യമാകുകയാണ്. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വെച്ചിരുന്ന പ്രൊജക്റ്റ് ഹെവി എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിങ്ങിൽ ഒരു നമ്മളുടെ ഉള്ള ഒരു യൂണിറ്റിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് സമർപ്പിച്ചിരുന്നത്. അതിനുവേണ്ടി സർക്കാർ നമുക്ക് ലോണുകൾ ശരിയാക്കി തരാനും അതിൻ്റെ ലൈസൻസുകൾ ഒറ്റ സിംഗിൾ പോയിൻറ്റിൽ ശരിയാക്കി തരാനും
നമ്മളെ വളരെയധികം സഹായിക്കുകയും ഒപ്പം തന്നെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റുകൾ വിലയിരുത്തി അതിനുവേണ്ട നിർദ്ദേശങ്ങൾ തന്ന് നമ്മളെ സഹായിക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ വ്യവസായ നിയമം നമ്മൾ വളരെ സഹായകരമാണ്. കേരളത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആളുകളെല്ലാം പറയുന്ന രീതിയിലുള്ള എല്ലാവിധ സപ്പോർട്ടും കേരളത്തിലും ലഭിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് പിന്നാലെ കിൻഫ്ര വ്യവസായ പാർക്കുകളിലെ നിക്ഷേപ പദ്ധതികളിലും വൻ വർധനയാണുണ്ടായത്. കിൻഫ്രയുടെ 8 പാർക്കുകളിലായി 25 പദ്ധതികൾക്ക് ഇക്കാലയളവിൽ തുടക്കം കുറിച്ചു. വ്യവസായ വകുപ്പ് മുഖേന 101 പദ്ധതികൾ നടപ്പാക്കുന്നതിൽ 8 എണ്ണം പൂർത്തിയായി. താൽപര്യപത്രം ഒപ്പുവെച്ച പദ്ധതികൾ നിശ്ചിത സമയക്രമമനുസരിച്ച് നിർമ്മാണം തുടങ്ങുന്നതിന് അതിവിപുലമായ കർമ്മ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. വ്യവസായ മന്ത്രി പദ്ധതി പ്രദേശം സന്ദർശിക്കുന്നതും പുരോഗതി വിലയിരുത്തുന്നതും മുതൽ നോഡൽ ഓഫീസർമാരുടെ പദ്ധതി ഏകോപനം വരെ ഉറപ്പാക്കിയാണ് കേരളത്തിന്റെ ഈ മുന്നേറ്റം. അതുവഴി കൂടുതൽ മികവുറ്റ വ്യവസായ സൗഹൃദാന്തരീക്ഷവും കൂടുതൽ തൊഴിലവസരങ്ങളുമാണ് നമ്മുടെ സർക്കാർ ഉറപ്പുവരുത്തുന്നത്. ദുരന്ത നിവാരണത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുകയാണ് കേരളം. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ സമൂഹത്തെ സജ്ജരാക്കുന്നതിനായി കണ്ണൂരിലെ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ നൂതനമായൊരു സംവിധാനം ഒരുക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. അതിന്റെ വിവരങ്ങൾ അറിയാം ഇനി പ്രിയ കേരളത്തിൽ. പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും സാധ്യതയുള്ള ഭൂപ്രദേശമാണ് കേരളം. പ്രളയം മുതൽ ഉരുൾപൊട്ടലിനെയും കാലവർഷക്കെടുതിയെയുമെല്ലാം അതിജീവിക്കുന്ന ജനത. കോർത്തുപിടിച്ച കരങ്ങൾക്കൊപ്പം ദുരന്തങ്ങളെ അതിജീവിക്കാനും മുന്നറിയിപ്പുകൾ നൽകാനുമുള്ള ശാസ്ത്രീയ പദ്ധതികളും നടപ്പിലാക്കുന്ന കേരളത്തിൽ പ്രാദേശിക തലം മുതൽ ദുരന്ത പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തീരുമാനമനുസരിച്ച് നമ്മൾ നമുക്കായി എന്ന ഒരു പദ്ധതിയിലൂടെ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ, ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾ എന്നിവ ഏറ്റവും താഴെ തട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളിലും അവിടെയുള്ള ഓരോ ജനങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് അവരിൽ നിന്ന് വിവരശേഖരണങ്ങൾ നടത്തി അവരെ കൂടി പങ്കാളിയാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ പ്രവർത്തനം പല തരത്തിലാണ് നടക്കുന്നത്. ആദ്യം നമ്മൾ ശ്രമിച്ചത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ദുരന്ത ലഘൂകരണത്തിൽ ഒരു പങ്കാളിത്തമുണ്ട് എന്നത് നിയമങ്ങളിൽ തന്നെ എഴുതി ചേർക്കുകയും അതിന് വേണ്ടുന്ന സാമ്പത്തിക ശേഷി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളും സ്വീകരിക്കലാണ്. അപ്പോൾ നയപരമായ ഒരു മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചു. 2, തദ്ദേശ സ്ഥാപനങ്ങളെ അതിലേക്ക് തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടി കിലയുമായി ചേർന്നുകൊണ്ട് നമ്മൾ തദ്ദേശതല ദുരന്ത ലഘൂകരണ പദ്ധതികൾ തയ്യാറാക്കി. 2002 ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച നാടാണ് കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ ഗ്രാമം. ഇവിടെ ദുരന്ത സാധ്യതകളെ ലഘൂകരിക്കാനും ജനങ്ങളെ സജ്ജരാക്കാനും ലക്ഷ്യമിട്ട് നമ്മുടെ സർക്കാർ ലിവിംഗ് ലാബ് എന്ന പദ്ധതി നടപ്പിലാക്കുകയാണ്. ഇതിലൂടെ പൊതുജനങ്ങളുമായി കൈകോർത്ത് ദുരന്തങ്ങളെ നേരിടാനുള്ള തന്ത്രങ്ങളും പദ്ധതികളും വികസിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമാകുകയാണ് കേരളം. തിരഞ്ഞെടുക്കപ്പെട്ട ചില തദ്ദേശ സ്ഥാപനങ്ങളെ ചില തീമുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ തന്നെ ഉദ്യോഗസ്ഥർ നേരിട്ട് കൈപിടിച്ചു സഹായിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തത് കണ്ണൂർ കണിച്ചാർ പഞ്ചായത്തിനെയാണ്. നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ലിവിംഗ് ലാബ് പദ്ധതി ഈ കണിച്ചാർ പഞ്ചായത്തിൽ ആരംഭിച്ചു. ഇന്ത്യയിൽ തന്നെ പുതിയ ഒരു മാതൃകയാണ് നമ്മൾ സൃഷ്ടിച്ചത്. സംസ്ഥാന ദുരന്ത പ്രതിരോധ നിധി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടിൽ നിന്ന് ഈ പഞ്ചായത്തിലേക്ക് നമ്മൾ ആ പഞ്ചായത്തിൻ്റെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഒരു റെസിലിയൻസ് ഓഫീസർ എന്ന പദവിയും അവിടെ ഒരു റെസിലിയൻസ് സെൻറ്ററും സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ഒരു വെതർ സ്റ്റേഷൻ സ്ഥാപിച്ചു. ഈ അവധിക്കാലത്ത് കുട്ടികൾക്കുള്ള പരിശീലനങ്ങൾ നടത്തി. ദുരന്ത പ്രതികരണത്തിന് അവിടുത്തെ എമർജൻസി റെസ്പോൺസ് ടീമുകൾക്കുള്ള പരിശീലനം നടത്തി. ഇപ്പോൾ സ്കൂൾ സേഫ്റ്റിയും ഹോസ്പിറ്റൽ സേഫ്റ്റിയും അവിടെ ഉറപ്പുവരുത്തുന്നതിന് അവിടെയുള്ള ആശുപത്രികളുടെയും സ്കൂളുകളുടെയും പ്രശ്നങ്ങൾ എന്താണ് എന്നത് പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ആ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്.
2022 ഇവിടെ ദുരന്ത ലഘൂകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. ദുരന്തങ്ങളെ നേരിടാൻ പ്രാദേശിക സമൂഹത്തെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സജ്ജരാക്കിയും ദുരന്ത പ്രതികരണ സേന രൂപീകരിച്ചും കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിച്ചുമെല്ലാം ദുരന്ത സാഹചര്യങ്ങളെ നേരിടാൻ കണിച്ചാറുകാർ തയ്യാറെടുത്തതോടെ രാജ്യത്തെ ആദ്യ ലിവിംഗ് ലാബ് തന്നെ കണിച്ചാറിൽ യാഥാർത്ഥ്യമാകുകയാണ്. ഇപ്പോൾ ഈ പ്രൊജക്റ്റ് അനുവദിച്ച് കിട്ടിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് 2022 കണിച്ചാർ പഞ്ചായത്തിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ഇവിടെ നടന്നിട്ടുള്ള വ്യാപകമായ നാശനഷ്ടങ്ങൾ അത് വിലയിരുത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മുൻകൈ എടുത്തുകൊണ്ടാണ്, പ്രത്യേകം ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് സ്പെഷ്യൽ പാക്കേജ് അനുവദിച്ചു തരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ലിവിംഗ് ലാബ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് അനുവദിച്ച് കിട്ടിയത്. ദുരന്ത ലഘൂകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സജീവമാക്കിയതിനൊപ്പം ഒരു റെസിലിയൻസ് സെന്ററിനും സർക്കാർ ഇവിടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. കണിച്ചാറിൽ സ്ഥാപിച്ച റെസിലിയൻസ് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചു. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും കണിച്ചാർ പഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ ദുരന്തം മുൻകൂട്ടി മനസ്സിലാക്കി പ്രതികരിക്കാനും ദുരന്തങ്ങളിൽ അകപ്പെട്ടാൽ സ്വയം രക്ഷ നേടാനും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുമുള്ള അറിവുള്ളവരായി കണിച്ചാറുകാർ മാറുകയാണ്. ഈ 2022 നമുക്ക് ഇവിടെ ഈ പുളുക്കുറ്റിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. പ്രാഥമികമായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഒരു അപകടത്തിൽപ്പെട്ടവരെ കൊണ്ടുപോവുക, വീടിടിഞ്ഞ് വീണതൊക്കെ ശരിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അന്നൊരു ട്രെയിനിങ് ഇല്ല. നമ്മൾ ആ ദുരന്തത്തിൽ പെട്ടെന്ന് നമ്മൾ കണ്ട കാര്യങ്ങളാണ് നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പം നമുക്ക് പഞ്ചായത്തിൽ നമുക്ക് ഈ ആർട്ടിയുടെ ക്ലാസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പ്രാഥമികമായിട്ട് നമ്മൾ എങ്ങനെയാണ് ദുരന്തത്തെ നേരിടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ആ ക്ലാസ്സിൽ എങ്ങനെ പൾസ് ചെക്ക് ചെയ്യാം, ഒരാളെ എങ്ങനെ രക്ഷിക്കാം, ഒരു അപകടത്തിൽപ്പെട്ട ഒരാളെ എങ്ങനെ നമ്മൾ പരിഹരിക്കണം, നമ്മൾ അയാളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ സാധിക്കും. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഒരു അറിവുള്ള തോന്നിയെന്ന് പറഞ്ഞത് പൾസ്, CPR എങ്ങനെ ചെക്ക് ചെയ്യാം, എങ്ങനെ റെസ്ക്യൂ കിറ്റൊക്കെ ഉപയോഗിക്കാം, ഒരു ദുരന്തം വരുമ്പം എങ്ങനെ അതിനെ പ്രതിരോധിക്കണം, എങ്ങനെ നമ്മൾ അതിനെ കാണണം എന്നൊക്കെയുള്ളതാണ് ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളത്. ഒരു നല്ല അനുഭവമായിരുന്നു ക്ലാസ്. പിന്നെ ഞങ്ങളെ സ്ട്രക്ചറൊക്കെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പഠിപ്പിച്ചു. പിന്നെ ഓരോ അലർട്സിനെ കുറിച്ച് പഠിപ്പിച്ചു. പിന്നെ വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നൊക്കെ പഠിച്ചു. നമുക്ക് ഒരു ദുരന്തം വന്നാൽ എങ്ങനെ ആ ദുരന്തത്തിൽ നിന്ന് റിക്കവർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ ക്ലാസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മൾ പോകുന്ന മേഖലയിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിശ്ചിത അളവിൽ കൂടുതൽ മഴയുണ്ടായാൽ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള നാടാണ് കണിച്ചാർ. ദുരന്ത മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ജനിച്ച നാടുപേക്ഷിക്കാൻ തയ്യാറാകാത്ത മനുഷ്യരുടെ മനസ്ഥിതിക്കാണ് ലിവിംഗ് ലാബ് പദ്ധതിയിലൂടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മാറ്റം വരുത്തുന്നത്. ഒരു റെസിലിയൻസ് ഓഫീസറുടെ നേതൃത്വത്തിൽ സജീവമാണ് ഇപ്പോൾ ഇവിടുത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ. മോക്ക് ഡ്രിൽ അടക്കം നടത്തിയും ദുരന്ത നിവാരണത്തിനായി അവബോധ ക്ലാസുകൾ സംഘടിപ്പിച്ചും ദുരന്ത സാധ്യതകളോടും ദുരന്തങ്ങളോടും എങ്ങനെ പ്രതികരിക്കണമെന്ന് ഈ നാട്ടുകാർ പഠിക്കുന്ന പാഠം കേരളത്തിന്റെ മറ്റു മേഖലകൾക്കുള്ള ഭാവി പരിശീലനം കൂടിയാണ്. ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിൽ ഇടപിരിക്കാനാകാത്ത കണ്ണിയാണ് വൈവിധ്യമാർന്ന നമ്മുടെ മണ്ണ് സമ്പത്ത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ ആ സമ്പത്തിന്റെ പ്രദർശനം സജ്ജമാക്കിയിരിക്കുന്ന സോയിൽ മ്യൂസിയത്തിന്റെ കാഴ്ചകളാണ് ഇനി പ്രിയ കേരളത്തിൽ. മണ്ണ് മനുഷ്യന്റെ ആദി സ്വരൂപമാണ്. ചവിട്ടി നിൽക്കാനും മരിക്കുമ്പോൾ മടങ്ങാനുമുള്ള മനുഷ്യന്റെ ഉറവിടം. അതിൽ അധ്വാനം തീർക്കുന്ന വിളവാണ് മനുഷ്യന്റെ നിലനിൽപ്പും വളർച്ചയും നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാകണം ആധാരശിലയായ ഭൂമി മനുഷ്യനെന്നും പഠന വിഷയമാണ്. അത്തരം അന്വേഷണങ്ങളും ഗവേഷണ ഫലങ്ങളും മണ്ണിന്റെ വൈവിധ്യവും പഠിതാക്കൾക്കും ഗവേഷകർക്കുമായി തുറന്നു നൽകുകയാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കേരള സോയിൽ മ്യൂസിയം. Welcome to the State Soil Museum.
കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 83 മണ്ണ് ശ്രേണികളുടെ പരിച്ഛേദമടക്കമാണ് തിരുവനന്തപുരത്തെ പാറോട്ടുകോണത്ത് ഒരു പതിറ്റാണ്ടായി സ്ഥിതി ചെയ്യുന്ന കേരള സോയിൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക പ്രാധാന്യമുള്ള മണ്ണിനങ്ങളെ വേർതിരിച്ചു പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇവിടെ മണ്ണിനങ്ങൾക്ക് അനുയോജ്യമായ വിളകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളും സന്ദർശകർക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൗതിക സവിശേഷതകൾ, കാണപ്പെടുന്ന സ്ഥലം, പോഷകനില, വിളകളുടെ അനുയോജ്യത, ഭൂമിയുടെ ഉപയോഗത്തിനും പരിപാലനത്തിനുമുള്ള ശുപാർശകൾ എന്നിവയെല്ലാം ദൃശ്യവൽക്കരിച്ചിരിക്കുന്ന ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള പ്രധാന ധാതുക്കളും ശിലകളും ആകർഷക കാഴ്ചയാണ്. മണ്ണുകളെക്കുറിച്ച് അറിയുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ ഈ മ്യൂസിയത്തിൽ വന്നത്. ഞങ്ങൾ കുറേ അധികം മണ്ണുകളെ കണ്ടു. ഞങ്ങൾക്ക് കുറേ തരത്തിലുള്ള മണ്ണുകളെ പറ്റിയും അതിൻ്റെ അളവ് ഏത് ജില്ലയിൽ നിന്നാണ് എടുത്തതിനെ പറ്റിയും ഞങ്ങൾക്ക് ഇന്നാണ് മനസ്സിലായത്. ഞാൻ ആദ്യമായാണ് ഇത്രയധികം കല്ലുകളെക്കുറിച്ചും സോയിലിനെ കുറിച്ചും പഠിക്കുന്നത്. പിന്നെ ആദ്യം തന്നെ എനിക്കൊരു നല്ല ക്ലാസ് ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടമായി. കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ശേഖരിച്ച വൈവിധ്യമാർന്ന മണ്ണിനങ്ങളും പ്രകൃതി വിഭവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന മാതൃകകളുമെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ മണ്ണ് മ്യൂസിയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ടണൽ മണ്ണൊലിപ്പ് വ്യക്തമാക്കുന്ന 3D മാതൃക, അതിന്റെ വിവിധ ഘട്ടങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ, മണ്ണിന്റെയും വെള്ളത്തിന്റെയും സംരക്ഷണത്തിനായുള്ള വിവിധ മാർഗങ്ങളുടെയും ജലസേചന മാർഗങ്ങളുടെയും മാതൃകകൾ, മണ്ണ് മലിനീകരണത്തിന്റെ ഉറവിടങ്ങൾ, പരിഹാരമാർഗങ്ങൾ, മണ്ണൊലിപ്പ് തടയാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടതാണ് സോയിൽ മ്യൂസിയത്തിലെ കാഴ്ചകൾ. 3ാം ക്ലാസ്സിൽ തന്നെ അവർ മണ്ണിനെക്കുറിച്ച് പ്രാഥമിക വിവരങ്ങളെല്ലാം അവർ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ബേസിസിലാണ് നമ്മൾ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നും ആ സ്ഥാപനം സന്ദർശിച്ചാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠിച്ച കാര്യങ്ങൾ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടുമെന്നും അറിഞ്ഞതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ നല്ല ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. മണ്ണുകളെക്കുറിച്ചുള്ള ഈ മ്യൂസിയം അത് വളരെ അധ്യാപകരെ പോലും വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇത് കുട്ടികൾക്കും ഞങ്ങൾക്കും വളരെയേറെ പ്രയോജനം ചെയ്തു എന്ന് തന്നെയാണ്. കാർഷിക കേരളത്തിന് മുതൽക്കൂട്ടാകുന്ന കണ്ടെത്തലുകൾ കൂടി പ്രദർശിപ്പിക്കുന്ന ഇവിടെ ഊർജ്ജ സംരക്ഷണ മാർഗങ്ങളും മണ്ണിന്റെയും ജലത്തിന്റെയും സംരക്ഷണവും വ്യക്തമാക്കുന്ന സുസ്ഥിര കൃഷി മാതൃകകൾ കർഷകർക്ക് സ്വന്തം കൃഷിയിടത്തിൽ അനുവർത്തിക്കാവുന്ന കൃഷി രീതികളെ കൂടിയാണ് പരിചയപ്പെടുത്തുന്നത്. മണ്ണിന്റെ ഓരോ മാതൃകകളും അതിന്റെ ഘടകങ്ങൾ തകരാതെ ഭൂമിയിൽ നിന്ന് നേരിട്ട് കുഴിച്ചെടുത്ത് 1 മാസത്തിലധികം സംസ്കരിച്ചാണ് ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തുനിന്നും ശേഖരിച്ച വിവിധതരം കല്ലുകളുടെ പ്രദർശനം മ്യൂസിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗുഹയ്ക്കകത്താണ് സജ്ജമാക്കിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ 2ാമത്തെ മ്യൂസിയമാണിത്, സോയിൽ മ്യൂസിയം. സോയിൽ മ്യൂസിയംസ് പൊതുവെ മറ്റതുപോലെ കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. ഏഷ്യയിൽ വേറെ പല കൺട്രീസിലും സോയിൽ മ്യൂസിയംസ് ഓരോ രാജ്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം. പക്ഷെ നമ്മൾ ഇന്ത്യയിലെ 1ാമത്തതും ഏഷ്യയിലെ 1ാമത്തതാണ്. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ റിസർച്ച് സ്കോളേഴ്സ് മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അറിയണോ അതെല്ലാം ഇവിടെ വന്നാൽ അറിയാൻ പറ്റും. അപ്പം എല്ലാവർക്കും വളരെ കൗതുകകരമായ രീതിയിലാണ് ഓരോ ഡിസ്പ്ലേസ് ഇവിടെ വെച്ചിട്ടുള്ളത്. കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന മാതൃകയും വിവരണവുമാണ് മ്യൂസിയത്തിലെ മറ്റൊരാകർഷണം. കേരളത്തിലെ വിവിധതരം നെൽവയലുകളുടെ ആവാസ വ്യവസ്ഥ, മണ്ണ് രൂപപ്പെടലിന്റെ ഘട്ടങ്ങൾ, മണ്ണിലെ ഘടകങ്ങൾ, മണ്ണ് പര്യവേഷണ പഠന ഉപകരണങ്ങൾ, 14 ജില്ലകളുടെയും മണ്ണ് ഭൂപടങ്ങൾ, ഭൂവിജ്ഞാന ഭൂപടങ്ങൾ, ധാതുലഭ്യതാ ഭൂപടങ്ങൾ, മണ്ണ് സാമ്പിളുകളുടെ പരിശോധനാ രീതി തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിലെത്തുന്നവർക്ക് കൗതുക കാഴ്ചയാണ്. മണ്ണിനെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥങ്ങൾ ലഭ്യമായ സോയിൽ ഇൻഫർമേഷൻ സെന്ററും ലൈബ്രറിയും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും മികച്ചൊരു റഫറൻസ് കേന്ദ്രം കൂടിയാവുകയാണ്. ഇതിനെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും ഇത്ര വിശാലമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ മണ്ണ് പര്യവേഷണ മേഖല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട്. ഇതിൽ നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഇത്രയധികം സോയിലുകളുണ്ട് എന്നുള്ളത്, അതിന് പുറമെ കേരളത്തിന് പുറത്ത് കാണുന്ന സോയിലുകളും ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല കുട്ടികളിൽ മണ്ണിനെക്കുറിച്ചും ജലത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ജല വിനിയോഗത്തിൽ വരുന്ന നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ അത്
ഉപകാരപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് വാട്ടർഷെഡുമായി ബന്ധപ്പെട്ട മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോയിലിൻ്റെ വിവിധ ടെക്സ്ചർ, ഓർഡേഴ്സ്, അങ്ങനെ അതിൻ്റെ എവല്യൂഷൻ ഓഫ് സോയിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്കും അത് പുതുതലമുറയ്ക്ക് പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്നതാണ്. കേരളത്തിലെ മണ്ണ് വൈവിധ്യങ്ങളുടെ പ്രദർശനത്തിനൊപ്പം മണ്ണിന്റെയും ജലവിഭവത്തിന്റെയും സംരക്ഷണത്തിന്റെ പ്രാധാന്യം കൂടി സന്ദർശകർക്കായി തുറന്നുകാട്ടുന്ന മണ്ണ് മ്യൂസിയം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യം കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. നാടിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ സർക്കാർ നടപ്പാക്കുന്ന മികവുറ്റ പദ്ധതികളെക്കുറിച്ചുമുള്ള വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്തയാഴ്ച. പ്രതികരണങ്ങൾ അറിയിക്കാം PRD പ്രോഗ്രാം പ്രൊഡ്യൂസർ @gmail.com. നമസ്കാരം.